സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. സർക്കാർ ബംഗാളിൽ അധികാരത്തിൽ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെല്ലാം തെരഞ്ഞു പിടിച്ച് അതിർത്തി കടത്തുന്ന ഒരു പ്രവർത്തനം നടക്കുന്നു. മാത്രമല്ല, അവിടെ ഗുണ്ടാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കുറേയധികം ആളുകൾ ഒന്നുകിൽ ആ തൊഴിൽ നിർത്തുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പിരിച്ചെടുത്ത പണം തിരിച്ച് ജനങ്ങൾക്ക് തന്നെ നൽകാനായിട്ട് ശ്രമിക്കുന്നു. അതായത് അവിടെ ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഇതൊക്കെ സൗജന്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഇത് കിട്ടുന്ന സമയത്ത് തൃണമൂലിൻ്റെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര രൂപ കമ്മീഷൻ തരണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി നിങ്ങൾക്കായിട്ട് തരാം, സത്യത്തിൽ സൗജന്യമായി കിട്ടേണ്ടതാ അങ്ങനെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും അതിർത്തി തർക്കമോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഈ ഗുണ്ടകൾ അനാവശ്യമായിട്ട് ഇടപെടും. എന്നിട്ട് പറയും ഈ പ്രശ്നപരിഹാരം ഞങ്ങൾ നടത്തിത്തരാം, ഞങ്ങൾക്ക് ഇത്ര ശതമാനം പൈസ തരണം. അങ്ങനെ അനാവശ്യമായിട്ട് പൈസ പിടിച്ചിരുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഇപ്പം ജനങ്ങൾ ഈ ഗുണ്ടകൾക്കെതിരെ തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിരിച്ചെടുത്ത പണം, ഗുണ്ടാ പിരിവെന്ന് തന്നെ പറയാം, അത് ഒരു പഞ്ചായത്തിൽ, അതായത് ആ പഞ്ചായത്തിൽ പറയുന്നത് പച്ചാക്കെട്ട് പഞ്ചായത്ത്, അവിടുത്തെ ഒരു സ്കൂൾ മൈതാനത്ത് ആ പ്രദേശത്ത് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് പറയാണ് നിങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ഇതാ തിരിച്ചു നൽകുന്നു. അതായത് ഗുണ്ടാ പിരിവിലൂടെ തിരിച്ചെടുത്ത പണം മമതയും കൂട്ടരും ജനങ്ങൾക്ക് തിരിച്ചു നൽകുന്ന ഒരവസ്ഥ ബംഗാളിലുണ്ടായി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ബംഗാളിൽ ഇത്രയും കാലം നടന്നത് അഴിമതി നിറഞ്ഞ ഗുണ്ടാ പിരിവിലൂടെ, ആക്രമണത്തിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്തി നടത്തിയ ഭരണമായിരുന്നു. അങ്ങനെ തന്നെ വേണ്ടേ നമ്മൾ തിരിച്ചറിയാൻ? ഈ ബംഗാൾ വളരെ നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ 90കളിലെ ബംഗാളിലേക്കാറും പല പ്രദേശങ്ങളും സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ കൽക്കട്ടയിലാണ് ഒരു മുറിയുടെ അവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ രാത്രി ഒച്ചയൊക്കെ ഇട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ താഴെ ഗുണ്ടപ്പിരിവ് നടക്കുകയാണ്. നമ്മൾ ഞെട്ടിപ്പോകും, കാരണം അവർ വന്ന് തട്ടി ബഹളം ഉണ്ടാക്കി പൈസ വാങ്ങിക്കണം ഓരോരുത്തരുടെ. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവിടെയൊക്കെ താമസിക്കുന്ന. അതായത് വഴിക്കച്ചവടക്കാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നവരാണ്. അപ്പോൾ അതൊരു ശീലമാണ് ബംഗാളിൻ്റെ. നമുക്ക് 90 എന്ന് പറഞ്ഞാൽ മനസ്സിലായി എത്ര വർഷം, 36 കൊല്ലം മുമ്പാണ്. CPM ഭരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബംഗാളിൻ്റെ ഒരു കൾച്ചറിൽ ഇങ്ങനെയുള്ള ഒരു ഗുണ്ടാപ്പിരിവും ഗുണ്ട രീതിയിൽ പാരലായിട്ട്, സമാന്തരമായിട്ട് ഭരണകൂടത്തിനൊപ്പം സഞ്ചരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് CPM തകർത്ത്. അതുകൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ പേര് തന്നെ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാക്കി മാറ്റി. ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ പിടിച്ചുപറിക്കാരുടെ സംസ്ഥാനം. അത് കുറേ കാലമായിട്ട് ബംഗാളിൽ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPMൻ്റെ ഭരണം അവസാനിപ്പിച്ച് തൃണമൂൽ അധികാരത്തിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഈ ഗുണ്ടകൾ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, തൃണമൂലിലേക്ക് ചേക്കേറി. എന്നുവെച്ചാൽ ഗുണ്ടകളാണ് അവിടെ സ്ഥിരമായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പാർട്ടി പ്രശ്നമല്ല. CPM ആണ് ഭരിക്കണമെങ്കിൽ അവർ CPM ആവും, തൃണമൂലാണെങ്കിൽ അവർ തൃണമൂലാവും. ഇപ്പോൾ BJP ഭരിക്കാൻ വരുന്നു, അവർ BJPക്കാരാവും. ഇത് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നതായിട്ടുള്ള BJP സർക്കാർ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്താൽ മാത്രമേ മാറുള്ളൂ. അതല്ല, അവരും ഇവരെ ഭരിക്കാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അനദർ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് അതായിരിക്കും ബംഗാളിലുണ്ടാകാനായിട്ട്. ഇപ്പോൾ BJPക്ക് അത് മാറ്റാം. BJP ഇവരെ എതിർത്ത് തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചാൽ അതിന് മാറ്റം വരും. കാരണം BJP തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ നിർവഹണം നടത്തിയിരുന്നത് ഗുണ്ടകൾ വഴിയാണ്. അപ്പോൾ ഗുണ്ടകൾ പറയും ഇന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് കൊടുത്തോളണം. ഈ വീട് പ്രാർത്ഥന ഉള്ളതാണ് എന്നവർ തീരുമാനിച്ചാൽ പ്രാർത്ഥന കിട്ടണം. പ്രാർത്ഥനയിൽ നിന്ന് അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ആ രീതി മാറിയില്ല എങ്കിൽ ബംഗാളിന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. നമ്മൾ ഈ കേരളത്തിലിരുന്ന് ബംഗാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബംഗാൾ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് ഈ ബംഗാളികളൊക്കെ ഇവിടെ ജോലിക്ക് വരുന്നത്. കാരണം ഒരിക്കലും അവർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയിലേക്ക് താഴെത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമില്ല എന്നുള്ളതാണ്. അത് തകർത്ത് തരിപ്പണമാക്കിയാൽ മാത്രമാണ് ബംഗാളിന് പുതുവഴി കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് പഴയതുപോലെയുള്ള ഗുണ്ടാരാജിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് മമതയ്ക്ക് മനസ്സിലായിരിക്കുന്നു ഒരിക്കലും ഇനി പഴയ പോലെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയില്ല. ഡു ഓർ ഡൈ എന്ന് പറയുന്നതാണ് മമത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മുദ്രാവാക്യം. അതായത്
നന്നായിട്ട് പ്രവർത്തിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ മരിക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭൂമികയിലേക്ക് അവർ വരികയാണ് എങ്കിൽ ഈ ഗുണ്ടാരാജിനെ അവർക്ക് വെച്ച് ഉറപ്പിക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ മൈക്ക് വെച്ച് കെട്ടി ആളുകളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? ബായി വരൂ, നിങ്ങളുടെ വാങ്ങിച്ച പണം തിരിച്ചു തരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കൊച്ചുബിഹാർ ജില്ലയിൽ പരസ്യമായിട്ട് TMCയുടെ നേതാക്കളും അണികളും വന്നിട്ട് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ കേസാകുന്നു, അല്ലെങ്കിൽ പേടിച്ചിട്ടോ തിരിച്ചു കൊടുത്തു. അതിപ്പോ ഒരു ഏരിയയിൽ മാത്രമല്ല, ഇപ്പൊ കൊച്ചുബിഹാർ മാത്രം. ഇതൊരു മാതൃകയാണല്ലോ. ഇതിനെ തുടർന്ന് പലയിടങ്ങളിലും ഗ്രാമീണർ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്നു. മാത്രമല്ല, ഈ തൃണമൂലിന്റെ ഇന്നലെ വരെ ഗുണ്ടായുസമായിട്ട് നടന്ന ആളുകളെ ഓടിച്ചിട്ട് തല്ലുക ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ അവിടെ ചെന്നിട്ട് പണം മേടിക്കാനൊന്നുമല്ല, ഇവർ ചിലപ്പോൾ പുറത്ത് ചായ കുടിക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുന്നതായിരിക്കും. അപ്പോൾ ഒരാൾ കണ്ടു, 2 പേര് കണ്ടു, ഗ്രാമീണർ ഒന്നിച്ചു കൂടിയിട്ട് ഇവരെ ഓടിച്ചിട്ട് തല്ലിയിട്ട് പറയുന്നു, ഞങ്ങളുടെ പണം തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും. ഈ രീതിയിലേക്ക് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഈ സുവേന്ദു അധികാരികളുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നൽകുന്നു. അപ്പോൾ അഴിമതിയും ഗുണ്ടായുസും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ബംഗാളിനെ നേരെയാക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നൽ അവിടുത്തെ ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തല്ലോ. അല്ല, അങ്ങനെ ചെയ്യണം. ഇത് പക്ഷേ എല്ലാ ഭരണമാറ്റം ഉണ്ടായ സമയത്തും നടന്നിട്ടുള്ളൊരു കാര്യമാണത്. CPMൽ നിന്ന് മമതാ ബാനർജിയിലേക്ക് ഭരണമാറ്റം ഉണ്ടായ സമയത്തും ഇതേപോലെ തന്നെ ഗുണ്ടകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഗുണ്ടകളൊക്കെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായി അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരായി മാറി. ഇത് പ്രശ്നമാണ്. ആ പ്രശ്നം ഇനിയും BJPയിലും ഉണ്ടാകാം. കാരണം BJPയുടെ ഒരു RSS കേഡർ എന്ന് പറയുന്നത് ആയിരിക്കും അച്ചടക്കത്തോടെ ഡിസിപ്ലിൻഡായിട്ട് പ്രവർത്തിക്കും. പക്ഷേ അതിൻ്റെ ബാഹ്യ തോട് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള എലിമെൻറ്റ്സ് കടന്നുകൂടിയിട്ടുള്ളതാണ്. വളരെ ജാഗ്രതയോടുകൂടി അതിനെ തടുത്താൽ മാത്രമാണ് ബംഗാളിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരികയുള്ളൂ. ബംഗാളിനെ മാറ്റണം. ബംഗാളിനെ മാറ്റിയാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘത്തെ അവിടെ ഇല്ലാതാക്കാനായിട്ട് കഴിയും. അത് വളരെ കർശനമായിട്ട് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ BJPക്ക് അത് വലിയ നേട്ടമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഗുണ്ടകളെ ഒരിക്കലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ ഈ മധ്യവർഗ സമൂഹം, അതേപോലെ തന്നെ ഉന്നത വർഗത്തിൽ പെടുന്നവരെന്ന്, അതായത് ഭദ്രലോക് എന്ന് ബംഗാളിൽ വിശേഷിപ്പിക്കുന്ന ആളുകൾ, അവർ തയ്യാറല്ല. അപ്പോൾ ഈ ഭദ്രലോകിൻ്റെ ഒരു ഭരണമായിട്ട് CPM ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭദ്രലോകിനെ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. അത് പിന്നീട് ഇവരുടെ കൈകളിൽ എത്തിയപ്പോഴാണ് നിക്കക്കള്ളിയില്ലാത്ത തരത്തിലേക്ക് ഇത് മാറിയത്. അപ്പോൾ BJP അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗുണ്ടാരാജ് എന്ന് പറയുന്നത് ബംഗാളിൽ അവസാനിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമതാ ബാനർജിയുടെ അനന്തരമായിട്ടുള്ള അഭിഷേക് ബാനർജി, അയാൾ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനോ മറ്റോ പോയപ്പോൾ അവിടെ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടി പ്രവർത്തനം മറ്റോ വീട്ടിൽ പോയതാണ്, അവിടെ നിന്ന് ബൈക്കിൽ കയറി സഞ്ചരിക്കുമ്പോൾ ഇയാൾക്ക് നേരെ ചീമൊട്ടയേറി നടക്കുകയാണ്. ഇയാൾക്കെതിരെ ആളുകൾ കല്ലെറിയുകയാണ്, ചെരുപ്പെറിയുകയാണ്, അപ്പോൾ ആക്രമണം നടത്തുന്നു. അപ്പോൾ മമതാ ബാനർജി ഇവിടെ അഴിമതിക്കാരി അല്ല എങ്കിൽ പോലും മമതാ ബാനർജിയുടെ കൂടെ നിന്ന് അനന്തരവൻ അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള TMCയുടെ മുഴുവൻ നേതാക്കൾ ഇത്തരത്തിൽ അഴിമതിയിലൂടെ ധാരാളം പണം കണ്ടെത്തി. സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് കമ്മീഷൻ വ്യവസ്ഥയിൽ പണം കൈപ്പറ്റി. അപ്പോൾ ഗുണ്ടകളുടെ ഈ ഒരു നീക്കം, TMCയിലെ പ്രവർത്തകരുടെ നീക്കം, ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അവർ വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ മൈക്ക് കെട്ടി പണം തിരികെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടെ അല്ലേ. മമത ഗുണ്ടാപ്പണം തിരിച്ചു നൽകിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിലിരുന്ന് നമുക്കിത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കില്ലല്ലോ, ഏത് പാർട്ടിയായാലും. കാരണം കേരളത്തിൻ്റെ ഒരു കൾച്ചർ വളരെ വേറെയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മുടെ ഇവിടെ ആകെ ചെയ്യുന്നത് കൂടി വന്നാൽ അതാത് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ബന്ധു നിയമനം പോലെ ബന്ധുക്കൾ എന്ന് പറയുന്നത് രക്തബന്ധമല്ല, പാർട്ടി ബന്ധം, അവർക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തേക്കാം എന്നല്ലാണ്ട് അതിന് പണം വാങ്ങുന്നൊരു പരിപാടി ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പണം വാങ്ങുന്നവനെ അപ്പം തന്നെ എന്ത് ചെയ്യും? പുറത്താക്കും. അവനെ എക്സ്പോസ്ഡ് ആവും, പുറത്താവും. അവനെ ന്യായീകരിക്കാൻ ഒരുത്തരും നിൽക്കില്ല. മറ്റത് അങ്ങനെയല്ല, വലിയ ഗുണ്ടാ ശൃംഖലയാണ്. അവിടെ പണം വാങ്ങുന്നതിനാണ് പ്രസക്തി. പണം വാങ്ങുന്നവനെ അംഗീകാരമുള്ളൂ, പണം വാങ്ങാത്തവന് യാതൊരു രക്ഷയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാറണം. അത് സൊസൈറ്റിയുടെ ഒരു ഔട്ട്ലുക്കാണ് മാറേണ്ടത്. അത് മാറ്റാൻ സുവേന്ദു അധികാരിക്ക് കഴിഞ്ഞാൽ
ഈ പഴയ കാലത്ത് നമ്മൾ ബംഗാൾ സുവർണ്ണ ബംഗാൾ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ആ രീതിയിലേക്കൊക്കെ ചിലപ്പോൾ അതിന് തിരിച്ചു പോകാനായിട്ട് കഴിയും.